അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2024-25 വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ 6ാം ക്ലാസ്സിലെ താരീഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇടതുഭാഗത്ത് നൽകിയ പദങ്ങളെ വലതുഭാഗത്ത് നൽകിയ ചോദ്യങ്ങളിലേക്ക് ചേർത്തെഴുതുക എന്നുള്ളതാണ്. നമുക്കതിൻ്റെ ശരിയുത്തരത്തോടു കൂടി നോക്കാം. ചോദ്യം 1. മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മ്. ചോദ്യം 2. ഇസ്രായേൽ വംശത്തിൻ്റെ നാട് കനാൻ. ചോദ്യം 3. ഹിജ്റ 11 മുതൽ 40 വരെയാണ് ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ഭരണകാലം. ഹിജ്റ 11 മുതൽ 40 വരെയാണ് ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലം. ചോദ്യം 4. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു തൈം. ചോദ്യം 5. കള്ളപ്രവാചകൻ സജാഹ്. ചോദ്യം 6. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 63. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരിയും തെറ്റും അടയാളപ്പെടുത്താം. ശരിക്ക് ശരിയെന്നും തെറ്റിന് തെറ്റിയെന്നും അടയാളപ്പെടുത്താം. ചോദ്യം 1. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് സഫിയ. തെറ്റാണ്. ചോദ്യം 2. ബൈത്തുൽ മുഖദ്ദസ് മോചനം ഹിജ്റ 16 നടന്നു. ശരിയാണ്. ചോദ്യം 3. അബൂ ലുഅ്ലുഅ മജൂസിയാണ്. ശരി. 4. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ഖുറൈശിലെ ബനു അദിയാണ്. തെറ്റ്. 5. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യൻ ഹക്കം. ശരിയാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ 2 എഴുതണം. നമുക്ക് ഉത്തരം നോക്കാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചില പരിഷ്കാരങ്ങൾ: ജുമുഅയുടെ 1-ാം ബാങ്ക് നടപ്പിലാക്കി, പോലീസ് സേന രൂപീകരിച്ചത്, മുഅദ്ദിനുകൾക്ക് വേതനം നടപ്പിലാക്കിയത്, ഖുർആനിൻ്റെ പല കോപ്പികൾ തയ്യാറാക്കി മറ്റുള്ളവരിലേക്ക് എത്തിച്ചത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരമാണ്. ചോദ്യം 2. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായ കലാപങ്ങൾ: ജമൽ, സിഫീൻ. ചോദ്യം 3. അബൂ ഹനീഫ റഹിമഹുല്ലാ നേരിട്ട ഹദീസ് റിപ്പോർട്ട് ചെയ്ത താബിഈ ഉലമാക്കൾ. അബൂ ഹനീഫ റഹിമഹുല്ല നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത താബിഈ ഉലമാക്കൾ. ഉത്തരം: താബിഈ ഉലമാക്കളിൽ പ്രധാനികളായ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ, സലമത്ത് ബിൻ കുഹൈൽ, ആമിർ ഷഅബി, ഇക്രിമ, അതാ, ഖതാദ, സുഹ്രി, നാഫിഅ്, യഹ്യ ബിൻ സഈദ്, അബൂ ഇസ്ഹാഖ് റഹിമത്തുല്ലാഹി അലൈഹിം തുടങ്ങിയവർ അദ്ദേഹം നേരിട്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരാണ്. ചോദ്യം 4. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ മക്കൾ. ഉത്തരം: മുഹമ്മദ്, ഹസൻ, ഫാത്തിമ, സൈനബ്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്ന് എവിടെ? ഉത്തരം: ഹിജ്റ 260 ബസറയിൽ. ചോദ്യം 2. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ജനാസ നിസ്കാരത്തിൽ എത്ര പേർ പങ്കെടുത്തു? ഉത്തരം: ഉദ്ദേശം 8 ലക്ഷം പേർ. ചോദ്യം 3. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുയുടെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം: അനസുൽ അസ്ബഹി, ആലിയത്തു ബിൻത്ത് ഷരീഖ്. ചോദ്യം 4. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളിൽപ്പെട്ട് എന്തായിരുന്നു പ്രശ്നം? ഉത്തരം: ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ചോദ്യം 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? ഉത്തരം: ഞാൻ ഹിക്മത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ്. ചോദ്യം 6.
ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം എത്ര? ഉത്തരം 10 വർഷവും 6 മാസവും 4 ദിവസവും. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ്, അഥവാ പൂരിപ്പിക്കാനുള്ളതാണ്. ചോദ്യം 1. ഷാഫിഈ ഇമാമിൻ്റെ ഖബർ ഈജിപ്തിലെ ഖറാഫയിലാണ്. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ അബ്ദു മനാഫ് ഷാഫിഈ ഇമാമിൻ്റെ 9ാമത്തെ ഉപ്പാപ്പയാണ്. ചോദ്യം 3. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടു ഇമാമു ദാരിൽ ഹിജ്റ. ചോദ്യം 4. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുയുടെ ഖബർ ബഗ്ദാദിലെ മഖബറത്തുൽ ഖൈസറാനിലാണ്. ചോദ്യം 5. സ്വന്തം യുക്തി അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഖവാരിജുകൾ. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ചോദ്യം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും. എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കുന്നതാണ്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.